മുത്തുമണീസ് എന്താണല്ലോ എൻ്റെ വിശേഷം, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്, ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ട് ഇതുവരെ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വെക്കേഷനൊക്കെ ഒന്നായിട്ട്. അപ്പോൾ എന്നാൽ ശരി, പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്ത് പള്ളിക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു പള്ളിയാണ് കേട്ടോ, മഞ്ഞക്കുളം പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് പള്ളിക്ക് പോകണമെങ്കിലും ആദ്യം ഇവിടെ കയറിയിട്ടാട്ടോ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഫാത്തിമക്കുട്ടിനെ ഒന്ന് യാറങ്ങൾക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇതാട്ടോ സ്ത്രീകൾ കയറുന്ന വഴി. അപ്പോൾ ഈ സൈഡ് ഭാഗത്ത് കൂടെ ഫ്രണ്ട് ഭാഗം അപ്പുറത്താട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഈ ഗേറ്റിൽ കൂടെ അങ്ങനെ ഞങ്ങൾ അവിടെ സിയാറത്ത് ചെയ്തിട്ട് അങ്ങനെ വന്നു കേട്ടോ. ഉള്ളിൽ കയറാൻ പറ്റില്ല, പുറത്ത് നിന്നിട്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ അവിടുന്ന് ദുആ ചെയ്തിട്ട് ഇറങ്ങി നമ്മുടെ വടകരപ്പള്ളി മക്കാമിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഈ പള്ളി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ വീഡിയോ ഇട്ട്. അപ്പോൾ കുട്ടികളിലൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ ആകെ സങ്കടമായിട്ടോ. നമ്മുടെ ആങ്ങളുടെ മോൻ്റെ ഓർമ്മ വന്നു. അവൻ്റെ പോലത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. فمن آمن وأصلح فلا خوف عليهم ولا هم يحزنون والذين كذبوا بآياتنا الله ولا أعلم الغيب ولا أقول لكم إني ملك إن أتبع الله ക്യാമറയിൽ തിളങ്ങുന്നുണ്ട്. സ്റ്റിക്കറാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചീനിക്കുള്ളതൊക്കെ വാങ്ങിച്ചിട്ടോ. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ വാങ്ങലും ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് അത് വാങ്ങലും കട പൂട്ടലും ഒപ്പമായിട്ടോ, ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പന്തലൊക്കെ കാണുന്നത് സമൂഹ വിവാഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല കേട്ടോ, ആരും പറഞ്ഞും കേട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10-16-20 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അവിടേക്ക്. പിന്നെ സമൂഹ വിവാഹം ഇവിടുത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും നമ്മൾ അറിയില്ല. അങ്ങനെ അതിൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ഇതാട്ടോ കാണുന്നത്, പന്തലും ചേർക്ക ഒരു എടുക്കുകയാണ്. പിന്നെ ഞായറാഴ്ച ഇനി നീർച്ചുണ്ട് കേട്ടോ അവിടെ, ഇൻഷാ അല്ലാഹ് പറ്റിയ പോകണം. റിയാസ്കാക്ക് ഒഴിവുണ്ടെങ്കിലേ കൊണ്ടുപോകുള്ളൂ കേട്ടോ. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, അധികം അവിടുത്തെ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പന്തലൊക്കെ ചുറ്റും എന്താണ് ഖബർസ്ഥാനമാണ് കേട്ടോ, ചുറ്റോട് ചുറ്റും. പിന്നെ അപ്പുറത്ത് നമ്മുടെ ചോറൊക്കെ നീയത്താക്കിയ കൊടുക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ബാക്കിലാട്ടോ മക്കാം. അപ്പോൾ ഞാനിവിടുന്ന് ഒതെടുത്തിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ നമ്മുടെ എല്ലാതും അവിടെ ഓതി ദുആ ചെയ്യട്ടെ. ഇവിടെ ആദ്യം മറവൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും പോണ പോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ അങ്ങനെ വേർതിരിവായി. അങ്ങനെ നല്ലൊരു അച്ചടക്കമായിട്ട്. അപ്പോൾ പിന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിക്കാനുള്ള ഒരു എല്ലാ മെത്തേഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ. അപ്പം ഈ പള്ളിയിൽ വരാത്തവരുണ്ടെങ്കിൽ വന്നോളിയും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു പള്ളി കൂടിയാണ് കേട്ടോ. നമ്മൾ നേർച്ചനേത്താക്കി പറഞ്ഞാൽ ഇവിടെ സഫലമാവും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ പണ്ടൊക്കെ നിറയെ കുട്ടിയും തൊട്ടിയും വീടും അങ്ങനെയൊക്കെ തൂക്കിയിട്ടുണ്ടാവും കേട്ടോ, വടകരപ്പള്ളി മക്കാം എന്നാണ്. ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ വെച്ചതാട്ടോ. ഈ യാസീനൊക്കെ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ. അപ്പോൾ പഴയതൊക്കെ മാറ്റി പുതിയതാക്കി. പിന്നെ ചന്ദനത്തിരി കത്തിക്കാനുള്ള ഒരു ഇതൊക്കെ മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ. അപ്പോൾ ഇങ്ങനെ മറച്ചിരിക്കുകയാണ് കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. ഇതാണ് കേട്ടോ വടകരപ്പള്ളി മക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീകൾ ഇവിടെ നിന്നിട്ട് ദുആ ചെയ്യുക. ആദ്യം ഈ മറവൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം മറവൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതെടുത്തിട്ട് വന്ന് ഇനി ഒരു യാസീനൊക്കെ ഓതി ദുആ ചെയ്യുക. അപ്പുറത്തെ ആണുങ്ങളൊക്കെ നിന്നിട്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഖബർസ്ഥാനം കേട്ടോ, മൊത്തം ഖബർതൊടിയാണ്. കുട്ടികൾ പഠിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. കാലിലെന്തോ കുത്തി. പിന്നെ ഇവിടെ നമ്മൾക്ക് ബത്തി കത്തിച്ച് വെക്കാം, പിന്നെ ഇന്ത്യയിലിടാം ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഉപ്പാൻ്റെ തല ഒഴിഞ്ഞിട്ട് ഫേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടാം. ഉപ്പാൻ്റെ വേഗം മാറട്ടെ.
ഇതൊക്കെ ഒരു വിശ്വാസം കേട്ടോ. ഓരോരുത്തർക്ക് ചിലർക്ക് വിശ്വാസം ഉണ്ടാവും, ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് വിശ്വാസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റിയാസ്കാക്ക് ഇവിടെ ഇരിക്കും പാത്തു. റിയാസ്കാക്ക് വണ്ടിൻ്റെ ഒരു ആദ്യം പഴയ വണ്ടിയായിരുന്നു. അപ്പോൾ അത് ഇന്നിപ്പോൾ തിരക്കില്ല കേട്ടോ. റിയാസ്കാക്ക് പഴയ വണ്ടിയായിരുന്നു. അപ്പോൾ പുതിയത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തോരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് കിട്ടി. എൻ്റെ ഒരു വിശ്വാസം പറഞ്ഞ പോലെ ഓരോരുത്തരുടെ വിശ്വാസം. ഇവിടെ വന്ന് നമ്മൾ എന്ത് സങ്കടം പറഞ്ഞാലും പണ്ട് കുട്ടി തൊട്ടി വീട് ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, കാണാമല്ലോ കേട്ടോ. നമ്മുടെ മനസ്സ് ദുആ ചെയ്തിട്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്ത് വിളിച്ചാൽ വിളി കേൾക്കും. അപ്പം ഇനി അതുപോലെ എനിക്ക് ഇരിക്കാനൊരു വീടും എൻ്റെ കുട്ടിക്ക് ഫുൾ A+ എന്താ പറയുക പഠിപ്പ് കിട്ടാനും പാസ്സാകാനും ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് തുടർന്ന് പഠിക്കാനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ കിട്ടട്ടെ. അപ്പം ഞാൻ വീടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പാക്കും വയ്യാണ്ടിരിക്കുകയല്ലേ, അത് മാറാൻ വേണ്ടിയിട്ടും. എൻ്റെ ഫാത്തിമ കുട്ടി സംസാരിക്കണം വേഗം, അവളുടെ അല്ലേ വയ്യായൊക്കെ മാറാനും. എൻ്റെ റഹീസ് കുട്ടിൻ്റെ ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് ഞാനിവിടെ വന്നിട്ടാട്ടോ ദുആ ചെയ്ത് അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ശരിയായി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത് തന്നാലെ അടയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അതൊരു ബ്ലഡ് ലീക്കായിട്ട് അങ്ങനെയുണ്ട്. അതും കൂടി പഠിച്ച മാറ്റി തരട്ടെ. താമ്പതി തമ്പരാൻ പകുതി എന്നല്ല, നമ്മുടെ ഒരു വിശ്വാസപ്രകാരം എല്ലാവരുടെയും പോവുക ദുആ ചെയ്യുക. ചിലർക്ക് ഇതൊന്നും വിശ്വാസം ഉണ്ടാവില്ല, എന്നാലും നമ്മുടെ ഒരു വിശ്വാസം അതുപോലെ ചെയ്യുക, അത്ര ആവും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, വേണമെന്ന് പറ്റിയ റിയാസ്കാൻ കൊണ്ട് നോക്കാൻ പോകണം. എന്തായാലും സമയം ഇവിടെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, അറിഞ്ഞില്ല. പോയ ആഴ്ചയാണെന്ന് പറഞ്ഞത്. അതിൻ്റെ പന്തലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, അറിഞ്ഞില്ല. അല്ലെങ്കിൽ വരായിരുന്നു, വീഡിയോ ഒക്കെ എടുക്കുക വന്നതാണെങ്കിൽ അറിഞ്ഞില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ദുആ ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഫ്രണ്ട് പള്ളീൻ്റെ മുൻഭാഗം. അപ്പം നമ്മളിവിടെ ഒരു കുളം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ട്, അപ്പോൾ അത് നോക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ പോണത്. ഈ സ്ഥലം നമ്മൾ ആദ്യമായിട്ടാട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ആ കുട്ടികളൊക്കെ കണ്ടപ്പോഴേ എൻ്റെ കണ്ണിന്ന് കിടക്കുന്ന വെള്ളം ചരിയിട്ടോ. എൻ്റെ ആങ്ങളുടെ മോൻ്റെ ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് സങ്കടം വന്നു എനിക്ക്. അവൻ്റെ ഒരു പോലത്തെ ഒരു കുട്ടിയെ കണ്ടപ്പോഴേ ഭയങ്കര സങ്കടമായി. ഇവിടുന്ന് പെട്ടെന്ന് നീ കണ്ടാറിച്ച് ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. എന്താ ചെയ്യുക, പോയില്ല നമ്മുടെ മുതലൊക്കെ. നമ്മളെല്ലാവരും അവനിക്ക് വേണ്ടി ദുആ ചെയ്യാം കേട്ടോ. അങ്ങനെ അവർ റിയാസ്കിയും കുട്ടികൾ മുമ്പിൽ പോയിട്ടോ. അപ്പം ഞങ്ങൾ ബാക്കിലായി പേടിച്ചിട്ട് ഓടുന്നു കേട്ടോ. ആരും ഇല്ല കേട്ടോ. ഒരു ഇരുട്ട് പിടിച്ച സ്ഥലം പോലെ ഉണ്ട് കേട്ടോ. കുളം പുഴയാണ് കേട്ടോ, കുളമല്ല. ഇതിനെങ്ങനെ പോണ്? അങ്ങനെ പോവുക പാലത്ത്. എന്നിട്ടോ അവിടുന്ന് എടുക്കുക. അയ്യോ പൊട്ടിയാലോ, പേടിയാണ് ഒറ്റക്ക്. ഇന്ന് വെള്ളം പിടിക്കും ഫാത്തിമാനെ. ഞാനും റിൻസിയും പോയിട്ട് വരാം, വീഡിയോ എടുത്ത് കയറും. അപ്പം ഞങ്ങൾ ടാങ്കിൻ്റെ മുകളിൽ കയറാൻ പോകും കേട്ടോ. ടാങ്കിൻ്റെ മുകളിൽ കയറുക കേട്ടോ. പേടിയൊക്കെ ഉണ്ട്. ഫോണും തട്ടി വിടാ. നിറയെ പ്രാവുണ്ട്. പേടിക്കോ ഇറങ്ങ്, എനിക്ക് നിന്നെ പേടി. ഇറങ്ങ്. റജിമാനെ പേടിച്ച് ഞാൻ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറണം കേട്ടോ. മുകളിലേക്ക് പോണ്ട, ഇവിടെ മാത്രോ? മുകളിലെന്താ പോയില്ല? അപ്പോൾ ഇങ്ങടാ പണി കഴിഞ്ഞിട്ടില്ല എത്ര. അത് വരെ ഒന്ന് എത്തി നോക്ക്. അവിടെ നിന്നിട്ട് കയറി നോക്ക്. തുരുമ്പ് പിടിച്ച പോലെ ഉണ്ട് അല്ലേ? അല്ലോ ഇവിടുത്തെ താഴത്ത് പേടിയാണ് കേട്ടോ. 55 അത്ര ഡിഗ്രി. അവിടെ നോക്കട്ടെ ഈ പുഴ ഒലിവ്. എന്താ രസം കാണാൻ കേട്ടോ സ്ഥലമൊക്കെ. കേറി അതൊക്കെ കണ്ടല്ലേ, മൊത്തം കാണൂട്ടാ. ലോകം മൊത്തം ഇവിടെ ഇതുപോലൊരു ഇതാട്ടാ മുകളിൽ. എന്താ ചാടത്? എനിക്ക് മാങ്ങാൻ പൂച്ചയൊക്കെ കാണാം. നല്ല ഹൈറ്റ് ഇട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ പേടിയുണ്ട് കുറച്ചൊക്കെ. ഇറങ്ങുകയാണ് ഞങ്ങൾ വല്ല വല്ല. ഞങ്ങളെല്ലാവരും ടൂർ വന്നിക്കണം ഞങ്ങൾ കേട്ടോ, അല്ലേ? വെള്ളച്ചാട്ടം കാണാൻ വന്നിക്കണം ഞങ്ങൾ. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ വന്നോളി. വെള്ളച്ചാട്ടം അടിപൊളിയാണ്, പാലം അടിപൊളിയാണ് കേട്ടോ. അടിപൊളി പാലം. ധൈര്യമുള്ളവർക്ക് മുകളിൽ കയറാം. ഞങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് മുകളിൽ കയറിയില്ല. എത്ര പ്രാവശ്യം
നിറയെ പ്രാവുകളില്ലേ ഇതണ്ട നിറയെ പ്രാവുകളുണ്ട് കേട്ടോ ഇവിടെ. ഇഷ്ടംപോലെ പ്രാവുകളുണ്ട്. അവിടെയാണ് വെള്ളച്ചാട്ടം. ആ പ്രാവ് പറക്കുമ്പോ ഒന്ന് വീഡിയോ എടുക്കാന്ന്. പ്രാവ് പറക്കുള്ള ബാക്ക് വശം ഇവിടുന്ന് കാണും കേട്ടോ. എന്താണ് എന്താ വിളിക്കുക ഒറ്റക്കൊന്നും വരാൻ പറ്റില്ല കേട്ടോ. ഇവിടെ പേടിയാവും. മാനത്തിൻ്റെ കളർ കണ്ട തൊടി കേട്ടോ. പള്ളിൻ്റെ ഫ്രണ്ട് കാടൊക്കെ കടന്ന് വന്ന് നമ്മൾ വണ്ടിയിലേക്ക് പോകട്ടോ. അതാണ് പള്ളിൻ്റെ ഫ്രണ്ട് വശം. നമ്മളങ്ങനെ വണ്ടി കയറാൻ പോട്ടോ. അതിൻ്റെ മോന്ന് കയറിപ്പോൾ കിടക്കണം. ഇതൊക്കെ നിറയെ സ്ഥലങ്ങളുണ്ട് വണ്ടിയൊക്കെ നിർത്താനൊക്കെ. അപ്പം എന്നാൽ ശരി, ടാറ്റ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കൂട്ടാ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ സ്ഥലമൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അവിടുത്തെ. പിന്നെ അധികം നേരം നിന്നില്ല കേട്ടോ. ഞങ്ങൾ വേഗം വന്നു. ഇരുട്ടാവാൻ തുടങ്ങിയപ്പോൾ വേഗം വന്നു കേട്ടോ. കുട്ടികളിലേക്ക് പോകണതല്ലേ വിചാരിച്ചു. പിന്നെ ആ മരം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ വീഡിയോ എടുത്താണ്. പിന്നെ നമ്മൾ വരുമ്പോൾ വഴിയിൽ ആനേനൊക്കെ കണ്ടു കേട്ടോ. അവിടെ അമ്പലത്തിൽ എന്തോ പരിപാടിയാന്ന് തോന്നുന്നു. അപ്പോൾ ആന നെറ്റിപ്പട്ടൊക്കെ ചൂടി കൊണ്ടുപോകണം. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ പേടിയാവട്ടെ അടുത്ത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പഴയ കടയിൽ വന്നു കേട്ടോ. നമ്മുടെ പഴയ നമ്മളന്ന് കേക്കൊക്കെ മുറിച്ചില്ലേ ആ കട. നമ്മുടെ വണ്ടിയൊക്കെ പോണെന്ന് കാണാൻ പറ്റും. നല്ല വെളിച്ചുണ്ടല്ലേ. പള്ളിയുണ്ട് കേട്ടോ മാതാവിൻ്റെ. അപ്പോൾ മാതാവിൻ്റെ പള്ളിയാണ്. പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം. വേളാങ്കണ്ണി ഇത് ഏതാ മാതാവ് എന്ന് എനിക്ക് വേളാങ്കണ്ണിയാണ് അറിയില്ലടി. വേളാങ്കണ്ണി മാതാവാണെന്ന് അറിയില്ല. നല്ല രസമുണ്ട്. എടി ഈ ലൈറ്റിൽ ഈ വെളിച്ചം നോക്ക്. ഒരു മിഞ്ഞ് പോലെ മിഞ്ഞി തിളങ്ങി ആടാട് വെക്ക്. തിളങ്ങി തിളങ്ങും രാജാ. ഒരു മാപ്പിളപ്പാട്ട് ഇട്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി. അങ്ങനെ എണ്ണ അടിക്കാനൊക്കെ പോയി. അങ്ങനെ ചിറ്റിയപ്പോൾ വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ടീ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ കുട്ടികൾക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചായയും അവർ ജ്യൂസും. എനിക്കും പാത്തോനും ചായ അല്ലേ. റിയാസ്കാക്കും കുട്ടികൾക്ക് ജ്യൂസ്. എനിക്ക് ചെറിയ തൊണ്ടവേനുണ്ട്, അതുകൊണ്ട് ജ്യൂസ് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. കുട്ടികൾക്ക് ഒരു ചിക്കു മേടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ വീട്ടിലെത്തി. ഡോറടിക്ക് ശരിക്കും അടക്കി. അടച്ച് നടക്ക് നടക്ക്. മുകളിൽ കയറ് മുകളിൽ കയറ് 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 മുകളിൽ കയറ്. അതാ കയറാൻ പറഞ്ഞ അവിടെ ഇരിക്കരുത്. കയറ്. കുടിക്കൂടെ നോക്കടി. റിയാസ്ക്ക് ചെറിയ കുട്ടിയേക്ക് ഇങ്ങോട്ട് നോക്കി ചെറുക്കി.